ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ക്രേവിങ് തോന്നാറില്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞ ആക്രാന്തം. ബിരിയാണിയും മീൻകറിയും അങ്ങനെ എന്തൊക്കെയോ കഴിക്കാൻ തോന്നി. ഉച്ചവരെ എങ്ങനെയൊക്കെയോ പിടിച്ചെന്നു. പിന്നെ ഞാനൊരു തീരുമാനത്തിലെത്തി. ആദ്യം അമ്പലത്തിലും പിന്നെ അതിന് തൊട്ടടുത്തുള്ള ഗുരുദ്വാരയിലും പോയി. അമ്പലത്തിൽ പോണ അന്ന് എന്തായാലും ഗുരുദ്വാരയിൽ പോവും ഈ പ്രസാദം വാങ്ങിക്കാനായി. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ലുലു. സാധനം വാങ്ങുന്ന തിരക്കിനിടയിലും എൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടിരുന്നത് ബിരിയാണിയും മീൻകറിയായിരുന്നു. വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു ധാരണയിൽ ഞാൻ എത്തി. മീൻകറി വീട്ടിലുണ്ടാക്കാം, പിന്നെ നല്ല അസല് തമിഴ്നാട് ബിരിയാണി റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങാം. വീട്ടിൽ ഇപ്പം ഞാൻ തനിച്ചായതുകൊണ്ട് ഒരു കഷ്ണം സാൽമൺ മാത്രം മതി മീൻകറിക്ക്. അതിന് വേണമെങ്കിൽ ചെറിയ 2 കഷ്ണം എടുത്ത് വറുക്കുകയും ചെയ്യാം. ഈ ഏരിയയിൽ ഒരുപാട് തമിഴ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് എവിടെ നിന്ന് ബിരിയാണി വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ആലോചിച്ച് അതിനൊരു തീരുമാനമായി. ഇന്ന് ചെട്ടിനാട് ബിരിയാണി ആക്കാം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ റെസ്റ്റോറൻറ്റിലോട്ട്. എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, ബസ്മതി റൈസിലുള്ള ബിരിയാണി ആണോ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അതായിരുന്നില്ല. എൻ്റെ ഇഷ്ടമുള്ള ജീരകശാല അരിയിലുള്ള ബിരിയാണി തന്നെയായിരുന്നു കിട്ടിയത്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയും കഴിച്ച് മീൻകറിയും ഉണ്ടാക്കി. അതോടുകൂടി എൻ്റെ മനസ്സ് നിറഞ്ഞു, വയറും നിറഞ്ഞു. അന്നത്തെ ദിവസവും കഴിഞ്ഞു. അപ്പം നാളേക്ക് എൻ്റെ പണി ലാഭമായി.